നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ വേദ കോടതിയിലേക്ക് അങ്ങോട്ട് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ശ്രീനിവാസൻ വിളിക്കുന്നത്. പെട്ടെന്ന് വേദ നിന്നു. ശ്രീനിവാസൻ വന്നിട്ട് പറഞ്ഞു, വേദേ, ആ തേരാട് ശ്രീധരനോ ബോധമില്ല, അതിനോടൊപ്പം നിങ്ങളും കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിഞ്ഞപ്പോ വേദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, കോടതിക്ക് ഇനിയിപ്പോൾ അങ്ങനെ തോന്നെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, പക്ഷെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ? വിക്രമായിട്ട് ഇപ്പോൾ വേദ പിരിഞ്ഞു നിൽക്കുള്ളൂ, അതിന് കാരണം എന്താ? ഈ കേസാണോ? ഈ കേസ് മൂലമാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അതെ, ഞാൻ എന്താണെങ്കിലും ഈ കേസും അത് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരാളല്ല, അതൊക്കെ സ്വകാര്യ ജീവിതമാണ്, പക്ഷെ അതും ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസനൊന്ന് ആലോചിച്ചു. അതെ, ഇതൊരു കള്ളക്കേസാന്ന് പറയാ, വെറുതെ എന്തിനാ ഇങ്ങനെ ജീവൻ നശിപ്പിക്കുന്നത്? കള്ളക്കേസൊക്കെ വാദിച്ച് ആയിക്കോട്ടെ, കള്ളക്കേസാന്ന് കോടതിക്ക് തോന്നുവാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അപ്പൊ പിന്നെ ശ്രീനിവാസ് സാറ് രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണം. പിന്നെ ഒരു കാര്യം, കോടതിക്ക് അങ്ങനെ തോന്നണമെന്ന് ഒരു നിർബന്ധമില്ല, കോടതിക്ക് അങ്ങനെ തോന്നുന്നു എനിക്കും തോന്നില്ല. ശരി, എന്നാൽ ഞാൻ കോടതിയിലേക്ക് അങ്ങോട്ട് പോട്ടെ, നമുക്ക് കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ട് നടന്നു. ഈ സമയത്ത് വിക്രവും കൂട്ടരും കൂടെ ശ്രീനിവാസന്റെ അടുത്തേക്ക് വരുന്നത്. പിന്നീട് ശ്രീനിവാസനും വിക്രം അവരെല്ലാവരും കൂടെ അങ്ങനെ കോടതിയിലേക്ക് കയറുകയാണ്. കോടതി കൂടാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും തേരാട് ശ്രീധരൻ കൊടുത്ത കേസ്, അങ്ങനെ ആ കേസ് കോടതി വിളിക്കുകയാണ്. ഒടുവിൽ ശ്രീനിവാസനെയും ശ്രീധരനെയും കൂടെ വിസ്തരിക്കാൻ വേണ്ടി അങ്ങനെ കൂട്ടിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നീട് ശ്രീധരനോട് ജഡ്ജി ചോദിച്ചു, എന്താ വീണ്ടും അടുത്ത കേസുമായിട്ട് വന്നോന്ന് ചോദിക്കുകയാണ്. ഇതിൽ നിങ്ങൾ തനിച്ചാണോ അതോ? അപ്പോഴേക്കും വേദ എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാർ, ഈ കേസ് ഞാനാണ് വാദിക്കുന്നതെന്ന് പറയാണ്, പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വേദ അങ്ങോട്ടേക്ക് വന്നു. വേദ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുവാണ്. ആ കേസിനെ കുറിച്ച് പറയാനായിട്ട് പോവാണ്. ഒരു 5 വർഷം മുമ്പ്, ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ നടത്തുന്നതിൻ്റെ തലേ ദിവസം ഒരു ചെറിയ കലാപം നടന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ചെറിയ ലഹളയായിട്ടാണ് അത് തുടങ്ങിയെങ്കിലും പിന്നീട് അത് വലിയൊരു കലാപമായിട്ട് മാറുകയാണ് ചെയ്തത്. വട്ടിപ്പിരിവുമായിട്ട് ബന്ധപ്പെട്ട് ചെറുതായിട്ട് തുടങ്ങിയ പ്രശ്നമായിരുന്നത്, പിന്നീട് അത് മാർക്കറ്റിൽ മൊത്തം വലിയൊരു കലാപമായിട്ട് മാറി. അതിനകത്ത് 2 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. 2 മതവിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു പിന്നീട് ലഹളകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ പിന്നീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അതെൻ്റെ ഉത്തരവാദിത്തം പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായ ശ്രീനിവാസനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വരികയും ചെയ്തു. പക്ഷേ എങ്കിൽ ഈ പറയുന്ന നടപടികളൊന്നും ഉണ്ടായിട്ടില്ല, റിപ്പോർട്ട് മാത്രം വന്നു. അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനോ അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ആ കലാപത്തിൽ നിരവധി പേർക്ക് ആപത്തുകൾ സംഭവിച്ചു. അത് മാത്രമല്ല, 2 പേരാണ് കൊല ചെയ്യപ്പെട്ടെ. സെയ്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു കൊല ചെയ്യപ്പെട്ടവരിൽ. ആ കൊല ചെയ്യപ്പെട്ട ആ സെയ്ദിന്റെ വീട്ടുകാർ വളരെ കഷ്ടത്തിലായിരുന്നു. അവർക്ക് ആകെപ്പാടെ 5 സെന്റ് ഭൂമി മാത്രം ഉണ്ടായിരുന്നേ. ആ മാതാപിതാക്കൾക്ക് ഒടുവിൽ ഒരു നിവൃത്തിയില്ലാതെ വന്നു. ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ജപ്തി ചെയ്തുകൊണ്ട് പോകുക ചെയ്ത ഭാഗക്കാര 5 സെന്റ് ഭൂമി. അതിനുശേഷം അവർ പിന്നീട് അനാഥമന്ദിരത്തിലേക്ക് മാറി. അതുപോലെയൊക്കെയായിരുന്നു അവരുടെ അവസ്ഥ. പിന്നെ അന്നത്തെ ആ കലാപമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടങ്ങളെ അവിടുത്തെ ആൾക്കാർ സമീപിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ കേസ് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇനി ആ കേസ് പുനരന്വേഷിക്കണം, അന്വേഷിച്ച് അതിനൊരു നടപടി എടുക്കണം. അതുമാത്രമല്ല, അന്നത്തെ ആ കേസിനാസ്പദമായ സംഭവം നടത്തിയത് പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവായ ശ്രീനിവാസനാണ്. വീണ്ടും ശ്രീനിവാസന് 5 വർഷങ്ങൾക്ക് ശേഷവും മത്സരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരാൾ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ അവസ്ഥ എന്താവും? മാത്രമല്ല, നിരവധി കുഴൽപ്പണ കേസിലും നികുതി പണ കേസിലും ഒക്കെ പ്രതിയാണ് ഈ നിൽക്കുന്ന ശ്രീനിവാസന്. നിരവധി കേസുകളും കാര്യങ്ങളും ഈ കോടതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരാൾ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താവും? അതുകൊണ്ട് ഉറപ്പായിട്ടും അന്നത്തെ ചെറിയനാട് കേസിനെ കുറിച്ച്, ലഹള കേസിനെ കുറിച്ച് അന്വേഷിക്കുകയും വേണം, ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും വേണമെന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നതെന്ന് വേദ പറയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീനിവാസന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ശ്രീനിവാസൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വേദ ഇങ്ങനെ ബാധിക്കുമെന്ന്. അപ്പോഴേക്കും പ്രതിഭാം വക്കീലായ രാമകൃഷ്ണൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ചെറുപ്പത്തിന്റെ ചോരത്തളപ്പിലായിരിക്കും വക്കീൽ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത്. കാളപെട്ടെന്നറിഞ്ഞ ഉടനെ കയറെടുക്കണേന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വേദ പറഞ്ഞു,
പ്രതിഭാവും വക്കീലിന് പ്രായവും പക്വതയൊക്കെ കാണുമായിരിക്കും. പക്ഷേ എങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി ഇല്ലാന്ന് തോന്നേ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കോടതിയിൽ പറയുമ്പോൾ അത് തിരുത്താനുള്ള ഇത് കാര്യങ്ങളെങ്കിലും കോടതിയിൽ നിന്നുണ്ടാവണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി പറഞ്ഞു, അതെ, ഇതിന് വേണ്ട തെളിവുകളും കാര്യങ്ങളും ഒക്കെ വേദവക്കീൽ ഈ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു. അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, അതിനുശേഷം പോരെ ഒരാളെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നേ എന്ന് രാമകൃഷ്ണൻ വക്കീലിനോട് ചോദിച്ചു. രാമകൃഷ്ണൻ വക്കീലിന് ഒന്നും മിണ്ടാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അടിയാണ് വേദ കൊടുത്തത്. അപ്പോഴേക്കും രാമകൃഷ്ണൻ വക്കീൽ പറഞ്ഞു, ഈ പറയുന്ന തേറാട്ട് ശ്രീധരൻ കുറെ കേസുകൾ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാം പരാജയപ്പെടുക ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ഒബ്ജക്ഷൻ പറഞ്ഞു. വേദ പറഞ്ഞു, എൻ്റെ കക്ഷി തേറാട്ട് ശ്രീധരൻ കുറെ കേസുകൾ കോടതി വെച്ചിട്ടുണ്ട്, കുറെയൊക്കെ പരാജയപ്പെട്ടു, കുറെയൊക്കെ വിജയിച്ചു. പക്ഷെ പരാജയപ്പെട്ട കേസുകളൊക്കെ അതൊരിക്കലും ഒരു കള്ളക്കേസോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ലെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടുള്ളതാണ്. നിയമത്തിന്റെ പഴുതുകൊണ്ടാണ് അത് പലതും രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്ത കേസുകളൊന്നും സത്യസന്ധമല്ലാതായിരിക്കുന്നില്ല. പിന്നെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ഓരോന്നൊക്കെ ജഡ്ജ്മെന്റ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണ് ഇദ്ദേഹം ഇവിടെ എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ്. അതിനുശേഷം വേദ പറഞ്ഞു, ഇതിനു മുമ്പുണ്ടായ കേസുകളൊക്കെ പരാജയപ്പെടാനുള്ള കാരണം അത് സത്യസന്ധമാവാതിരുന്നിട്ടല്ല, കോടതിക്കും അത് പലപ്പോഴും ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ എങ്കിൽ അതിന്റെ പിന്നിൽ പലരും കളിച്ചോണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രാമകൃഷ്ണൻ വക്കീൽ പറഞ്ഞു, അന്നാം ചെറിയനാട് മാർക്കറ്റിലാണ് നടക്കുന്ന സമയത്ത് എൻ്റെ കക്ഷിയായ ശ്രീനിവാസന് അദ്ദേഹം നാട്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ശരിക്കും ഒരു പാർട്ടി അനുഭാവി ആയിരുന്നില്ല, അദ്ദേഹം ബെൽജിയത്തിലായിരുന്നു പറഞ്ഞു. അത് കേട്ടതും വേദ ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് പറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ അതിനുശേഷം പ്രോഗ്രസീവ് പീപ്പിൾസ് പാർട്ടിയുടെ ഉന്നതനായിട്ട് മാറുമായിരുന്നു ഈ പറയുന്ന ശ്രീനിവാസൻ. അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രീനിവാസനൊന്നും ഞെട്ടി. ഇത്രയ്ക്ക് ശ്രീനിവാസൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വേദ പറഞ്ഞു, അതെ, ഈ കേസിന് ആസ്പദമാക്കി കുറച്ചു പേരെ വിസ്തരിക്കാനുണ്ട്. ശ്രീകാര്യ ശ്രീനിവാസൻ, അദ്ദേഹത്തിന് വലം കൈയായ ഷാജു പുളിക്കൻ, പിന്നെ വിക്ര സുധാരൻ എന്നിവരെയൊക്കെ വിസ്തരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ശ്രീകാര്യൻ ശ്രീനിവാസൻ എത്രമാത്രം മാനിപ്പുലേറ്റർ ആണെന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യമാകത്തുള്ളെന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജഡ്ജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, രേഖകളൊക്കെ വേദ തന്ന രേഖകളൊക്കെ ഞാനൊന്ന് പഠിക്കട്ടെ നന്നായിട്ട്, അതിനുശേഷം നമുക്ക് വിസ്താരം തുടങ്ങാം. അടുത്ത മാസം 27-ാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു കോടതി എന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിൽ അടുത്ത കേസ് വിളിച്ചു. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറിയനാട് കൊലക്കേസിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം. അതിന്റെ റിപ്പോർട്ടുകൾ 27-ാം തീയതിക്ക് മുമ്പ് തന്നെ കോടതി സമർപ്പിക്കണമെന്ന്. വേദയ്ക്ക് എന്തായാലും സന്തോഷമായി. ഇനി അധികം വൈകാതെ തന്നെ ആ കേസ് 27-ാം തീയതി തന്നെ വിളിക്കൂലോ, തനിക്ക് ജയിക്കാൻ പറ്റൂ എന്നൊരു വിശ്വാസമൊക്കെ വേദയ്ക്കുണ്ടായിരുന്നു. പിന്നീട് ശ്രീനിവാസനും വിക്രോ സുധയും പുളിക്കനും ഒക്കെ വീട്ടിൽ വന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീനിവാസന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ. അങ്ങനെ ശ്രീനിവാസൻ കോടതി സംസാരിക്കുകയാണ്. ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു, അത് പിന്നെ സാറേ, അവൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു, പിള്ള സാറാ വിളിച്ചേ, എന്നെ സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് പാർട്ടി പ്രഷർ ചെലുത്തിയത്. അതിന്റെ പേരിലാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയത്. ഒടുവിൽ അദ്ദേഹം ചോദിക്കുക, എന്നെയും കൂടെ നാണം കെടുത്തുവെന്ന്. എനിക്ക് എന്തു പറയണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. അല്ല വിക്രം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അദ്ദേഹം ഒരു കാര്യം എന്നോട് പറഞ്ഞു, സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ എങ്ങനെയാണ് ഒരു പാർട്ടി ഭരിക്കണേന്ന്. പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, വിക്രം വേദി ഇപ്പം രണ്ടുപേരും രണ്ടിടത്താ കഴിയുന്നെന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തോടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്താ നിന്റെ തീരുമാനം എന്താന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അത് പിന്നെ വിക്രത്തിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. വിക്രത്തോട് ശ്രീനിവാസൻ പറഞ്ഞു, നിനക്ക് വേദ ഇതുവരെയായിട്ട് നിലയ്ക്ക് നിർത്താൻ പറ്റിയിട്ടില്ലല്ലേ? ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ട് പോലും നിനക്കതിന് സാധിച്ചില്ലോ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾ അനുസരിക്കും തോന്നുന്നുണ്ടോ? അതെനിക്കറിയാം. അപ്പോഴേക്കും പുളിക്കാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇലക്ഷനിൽ പരാജയപ്പെട്ടു പോകത്തില്ലേ? ഈ ഒരു കാര്യം മാത്രം മതി. ശ്രീനിവാസൻ പറഞ്ഞു, അതെ, കേസിന് അന്വേഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത കേസ് വിളിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ഉത്തരവിട്ടിരിക്കുക ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഈ ഇലക്ഷന് തോറ്റുപോകുന്നു പറഞ്ഞു. ആൾക്കാരൊക്കെ നമുക്കെതിരായിട്ട് വോട്ട് ചെയ്യത്തില്ലേ? അത് കേട്ടപ്പോൾ പുളിക്കൻ പറഞ്ഞു, ആൾക്കാരിപ്പോൾ എന്ത് ചെയ്യാനാ? പിന്നെ ആൾക്കാർ എന്ത് ചെയ്യാനാന്നോ? തീയില്ലാതെ പുക ഉണ്ടാകത്തില്ലെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അപ്പോഴേക്ക് സുധ പറഞ്ഞു, അങ്ങനെയുള്ളൊരു കാര്യം ചെയ്താലോ? നമുക്ക് വീടാന്തരം കയറി ഇറങ്ങി ഒരു വിസ്തീകരണം ക്ലാസ് കൊടുത്താലും ചോദിച്ചു. വിസ്തീകരണ ക്ലാസ്സോ? അതെ, ശ്രീനി സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല,
ഇതെല്ലാം ആ വാസവന്റെ കളികളാന്ന്. അത് ശരിയാ, അതൊരു നല്ല ഐഡിയ ആയിട്ടാ എനിക്ക് തോന്നുന്നേ എന്ന് പുളിക്കൻ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീനിവാസൻ പറഞ്ഞു, എന്ത് കുന്തം കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജയിച്ചേ മതിയാവുള്ളൂ. ആ സമയം പുളിക്കൻ വിക്രത്തോട് പറഞ്ഞു, അല്ല വിക്രം, ഈ ശ്രീകാന്തിനെ കാണാനായിട്ട് വേദ പോയിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞത്, അങ്ങനെയാടെ എന്തിനായിരിക്കും എന്ന് ചോദിച്ചു. ആ സമയം വിക്രം പറഞ്ഞു, അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചാ, പക്ഷെ വ്യക്തമായിട്ടൊന്നും അവൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവർ തമ്മിലൊരു നാടകമായിരിക്കും ഇത്. നാടകമോ? അതെ, ഈ പറയുന്ന ശ്രീകാന്തും വേദയും തമ്മിലുള്ള. പുളിക്കൻ പറഞ്ഞു, ശ്രീകാന്ത് പലപ്പോഴും ആ വാസവന്റെ കൂടെ നടക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാസവനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ശ്രീനിവാസൻ പറഞ്ഞു, അതിന് ഞാൻ സമ്മതിക്കില്ല. വാസവന്റെ കൂടെ കൂടിയിട്ട് ശ്രീകാന്തും വേദ എനിക്കിട്ട് പണി തരുന്നതാണെങ്കിൽ വിക്രം ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അതായിട്ട് വിക്രം പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം സാർ. എന്താണെങ്കിലും ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ വന്ന് കോടതി വരുമ്പോഴത്തേനും ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ സാറ് പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്ത് കാണിച്ചിട്ടാണെങ്കിലും ശരി, ഈ ഇലക്ഷൻ എനിക്ക് ജയിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും വിക്രത്തോട് പുളിക്കൻ പറഞ്ഞു, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, സാറ് നല്ല ദേഷ്യത്തില, നമുക്ക് പാർട്ടി ഓഫീസിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. സുധ പറഞ്ഞു, എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷൻ തോന്നുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പുളിക്കൻ പറഞ്ഞു, എന്തിനാ ടെൻഷൻ അടിക്കണേ? അതെ, ഭയം വേണ്ട, ജാഗ്രത മതി, അങ്ങനെയല്ലേ പറയണേ. ബാ വിക്രം, നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോയി. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ശ്രീജ അങ്ങോട്ട് ഇറങ്ങി വന്നു. ശ്രീജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, എന്താ ശ്രീജടുത്തി? അതെ, നീ വരാൻ വേണ്ടി കാത്തിരിക്കുവിടെ എല്ലാവരും. കാത്തിരിക്കുമെന്ന്, അച്ഛൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്താ ശ്രീജടുത്തി, നീ അങ്ങോട്ടേക്ക് വാ, ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രം ചെന്ന് കഴിഞ്ഞപ്പോൾ കമലയും മാഷും നന്ദിനി എല്ലാവരും തന്നെ ഹാളിലുണ്ടായിരുന്നു. ഈ സമയത്ത് മാഷ് ചോദിച്ചു, വേദ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നോ വിക്രം എന്ന് ചോദിച്ചു. എന്ത് തീരുമാനം? അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നോ? ഇല്ലച്ചാന്ന് പറയണ. പിന്നെ എങ്ങനെയാണ് ഇതെന്ന് ചോദിച്ചുകൊണ്ട് ആ വക്കീൽ നോട്ടീസ് അങ്ങോട്ട് കൊടുക്കുവാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ഞെട്ടിപ്പോയി. ആ സമയം നന്ദിനി പറഞ്ഞു, വേദ സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന നോട്ടീസാ. ഇത് കേട്ട് വിക്രം പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എന്നോട് ഇതിനെക്കുറിച്ച് അവിടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വിഷമിച്ച് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിക്രത്തിന്, ഭയങ്കര ടെൻഷനായി. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വന്നു. വിക്രം വാ, ആഹാരം കഴിക്കാൻ വരാൻ പറഞ്ഞു. എനിക്ക് വേണ്ട ശ്രീജടുത്തി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? ആഹാരം കഴിക്കാതെ പട്ടിണിക്കിരുന്നോണ്ട് വല്ല പ്രയോജനമുണ്ടോ? നീ വന്നേന്ന് പറഞ്ഞു. വേണ്ട ശ്രീജടുത്തി, എനിക്ക് വേണ്ട, ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ എന്നൊക്കെ വിക്രം പറയണം. ശ്രീജ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. വിക്രത്തിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വിക്രം ഒറ്റയ്ക്കിരുന്ന് കരയുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.